ഞാൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ ശ്രീ കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത്തവണ 20-30 സീറ്റുകൾ BJP നേടും, തുടർന്ന് കേരളം BJP ഭരിക്കും. എന്തായിരുന്നു അവരുടെ ആത്മവിശ്വാസം? ജയിച്ചു വരുന്ന കേരളത്തിൽ നമുക്കറിയാലോ, BJP ശ്രീ എൻ ടി രമേശ് പോലും സ്വാഭാവികമായി വ്യക്തിപരമായി സമ്മതിക്കും, കേരളത്തിൽ ഒരിക്കലും സെക്കുലർ ഫാബ്രിക്കുള്ള കേരളത്തെ തകർത്തുകൊണ്ട് BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല. BJP കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നത് മറ്റത്തൊർ മോഡൽ ഒരു മോഡലാണ്. ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും ജയിച്ചു വരുന്ന ആളുകളെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സാധ്യതയല്ലാതെ കേരളത്തിൽ BJPക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല. ജനം ചിന്തിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ LDFിലെ ജയിച്ചു വരുന്ന ഏതെങ്കിലും ഒരു MLAയെ പിടിച്ചെടുക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷെ കോൺഗ്രസിന് അത് സാധിക്കും. എന്തുകൊണ്ട് സാധിക്കും? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ UDFിലെ MLAമാരെയോ അതിനകത്തെ പാർട്ടികളെയോ അഴിമതിയുടെയും മടിയിൽ കനമുള്ളത് കൊണ്ടും സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി വളരെ എളുപ്പത്തിൽ അഴിമതി കൈയിട്ടുവാരൽ കോൺഗ്രസും UDFും എന്നാൽ വരുമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ അഴിമതി ഭാണ്ഡക്കെട്ടുമായി നിൽക്കുന്നവരെ സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ ചെയ്യുന്നത് പോലെ ഓപ്പറേഷൻ ലോട്ടസ് നടത്തി കേരളം പിടിക്കാൻ BJP കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയും എടുത്തോളൂ, ശ്രീ പ്രേമചന്ദ്രന്റെ വാദം തെറ്റാണ്.